ഈ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെയും പാഠം പാകിസ്ഥാനാണ്. നിങ്ങൾ പഠിച്ചോളൂ, അവിടെ നിന്ന് വരുന്ന റിസൾട്ട്. എല്ലാം അടച്ചുപൂട്ടി ഫാസിസ്റ്റുകൾ ഭരിച്ചിട്ട് ജയിലിൽ ഇരുന്ന് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കാൻ. ആ സ്വതന്ത്രം 2/3 ഭൂരിപക്ഷത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ. ഇന്ത്യ അല്ല, പാകിസ്ഥാനല്ല, ലോകത്തിലെ ഒരു രാജ്യത്തും ജനവികാരത്തെ അടിച്ചമർത്തിയിട്ട് ഭരിക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കാട്ടിയിട്ട് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്. ഇന്ത്യ എന്ന് പറയുന്ന കോഴിക്കോടൊന്നല്ല ഇന്ന് ലോകം. ഇതൊരു ഗ്ലോബൽ വില്ലേജാണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മാതിരി കുറച്ച് കമ്മ്യൂണിറ്റിനെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അബദ്ധമാണ്, തെറ്റിദ്ധാരണയാണ്. ഒരൊറ്റ കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ രാമൻ ഇത്ര ദുഃഖിക്കുന്നതിന് മുമ്പ് രാമൻ്റെ ദുഃഖം എഴുതിയത് എൻ്റെ വയനാട്ടുകാരനായ MP വീരേന്ദ്രകുമാറാണ്. അന്ന് രാമൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയേറെ ദുഃഖിക്കേണ്ടി വരുമെന്ന്. ഈ രാജ്യത്തിലെ ഓരോ കാര്യം നിങ്ങൾ, ഗാന്ധിജി, നെഹ്റു, ഞാൻ പറയാം, ഫാസിസത്തെ എതിർക്കുന്ന ആളുകളുടെ കണക്ക് നിങ്ങൾ പറഞ്ഞു. രാഹുൽ ആവട്ടെ, ലാലു പ്രസാദ് ആവട്ടെ, ബിജു പട്നായിക് ആവട്ടെ, ഉദ്ധവ് താക്കറെ ആവട്ടെ, മമതാ ബാനർജി ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, സിദ്ധരാമയ്യ ആവട്ടെ, DK ശിവകുമാർ ആവട്ടെ, കപിൽ സിബൽ ആവട്ടെ, കണ്ണൻ ഗോപിനാഥൻ ആവട്ടെ, RB ശ്രീകുമാർ ആവട്ടെ, ടീസ്റ്റാ സദൽബാദ്, സഞ്ജീവ് ഭട്ട്, ആനന്ദ് തെൽതുംതെ, ഗൗതം നെക്കുവാലെ, ഒരൊറ്റ മുസ്ലിം അതിനകത്തില്ല. ഈ രാജ്യത്ത് ഒരു ഭയമില്ലാതെയാണ് അഭിലാഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഒരു, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പാർട്ടി എന്നുള്ള ആൾക്കാർ, മുസ്ലിം എന്നുള്ള ആൾക്കാർ, ഞങ്ങളൊക്കെ വീട്ടിൽ പോയി കടന്നു തുടങ്ങിയാലും ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരം ഇവിടെ ഉണ്ട്, ഭാരതം എന്ന് പറയുന്നൊരു വികാരം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. ഞാൻ ദയവ് ചെയ്തിട്ട് നിങ്ങളോട് പറയണത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ, അവൻ്റെ പ്രശ്നങ്ങളെ കുറച്ചെങ്കിലും, ഇപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ ലാവോസിൽ നടന്നിട്ടുള്ള വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ഇന്ത്യയിലെ പൈസക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? മോദി വീണ്ടും വരണം എന്നാണ്. എന്താ കാര്യം? വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആവും എന്നുള്ള ഭയമാണ്. ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് ആവും എന്നുള്ളത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടിയുടെ ഭയമാണെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ പണക്കാരൻ്റെ കൂടെയല്ല, ഈ ഭരിക്കുന്ന കുത്തകകളുടെ കൂടെയല്ല, രാജ്യം വെൽഫെയർ സ്റ്റേറ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് അഭിലാഷേ, ചർച്ചയിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇന്ത്യയിലും ഞങ്ങൾ പാർക്കും, ഭാരതത്തിലും ഞങ്ങൾ പാർക്കും, ഈ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇവിടെ പാർക്കും. ഒരു ഭയം ആർക്കും.